സർവകലാശാലയ്ക്ക് കീഴിലെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അവരെത്രയോ നാളുകളായി എഫേർട്ട് എടുത്ത് പരിശീലനം നേടി വലിയ പണം മുടക്കി ദിവസങ്ങളോളം ഊണില്ലാതെ ഉറക്കമില്ലാതെ പരിശീലനം നേടി ഈ സർവകലാശാല കലോത്സവം വൈകിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചതാണ്. അങ്ങനെ നടത്തുന്നൊരു ഘട്ടം വന്നപ്പോൾ ഇത് നടത്തി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഒരു നിലയ്ക്കും വിദ്യാർത്ഥികളോട് ഒരു തരത്തിലുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകളായി KSUവും സർവകലാശാല യൂണിയൻ്റെ നേതൃത്വം മാറുകയാണ്. ഇപ്പോൾ ഇതേ സമയം തന്നെ ഞങ്ങളുടെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരള സർവകലാശാലയിൽ. കേരള സർവകലാശാലയിലും ഇതുപോലെ തന്നെ വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള നടപടിയാണല്ലോ KSU സ്വീകരിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയൻ്റെ പ്രവർത്തനം നിഷേധിക്കുന്നതിന് വേണ്ടി കോടതിയിൽ പോവുക. അവർ പരാജയപ്പെട്ടെടുത്ത് ആ പരാജയത്തെ മറയ്ക്കുന്നതിന് വേണ്ടിയും SFI തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് യൂണിയൻ പ്രവർത്തനം വേണ്ട എന്ന നിലപാടുമായി കോടതിയിൽ പോയതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സർവകലാശാലയിൽ കലോത്സവമേ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലയിൽ വിദ്യാർത്ഥികളോടൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കേവലം സംഘർഷത്തിൻ്റെ ഭൂമിക മാത്രമാക്കി കലോത്സവ കേന്ദ്രങ്ങളെ മാറ്റുന്ന നിലയിലേക്കുള്ള സമീപനത്തിൽ നിന്നും KSU പിന്മാറേണ്ടതായിട്ടുണ്ട്. സർവകലാശാല യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാർത്ഥികളോട് പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതിന് വേണ്ടി തയ്യാറാകണം. ഇവർ ആവർത്തിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ ചില ബൈറ്റ് ഞങ്ങൾ കണ്ടു. സർവകലാശാല യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ KSUവിൻ്റെ നേതൃത്വം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SFI എന്തോ കലോത്സവം നടത്താൻ അനുവദിക്കുന്നില്ല. ഇവിടെ SFIക്ക് ഇവിടെ UDSFO കാലിക്കറ്റ് സർവകലാശാല യൂണിയനോ കലോത്സവം നടത്തുന്നത് ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായി കലോത്സവങ്ങൾ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ വ്യക്തിപരമായി ഞാൻ ഈ കലോത്സവങ്ങൾ കാലിക്കറ്റ് കലോത്സവങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് സർവകലാശാല യൂണിയൻ്റെ ഭാരവാഹികളെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. സർവകലാശാല യൂണിയൻ്റെ ഭാരവാഹികളെ ബന്ധപ്പെട്ട് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉറപ്പുകൊടുത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കലോത്സവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളുടെ കുട്ടികളുണ്ടാവും. ഞങ്ങളുടെ സഹാക്കൾ എല്ലാ നിലയ്ക്കുള്ള പിന്തുണയുമായി കലോത്സവത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന ഉറപ്പ് ഞങ്ങൾ നേരത്തെ കൊടുത്തു. ഇതിനു മുൻപ് ഞങ്ങൾ നടത്തുന്ന ഒരു കലോത്സവത്തിനും അതിനു മുൻപ് KSU MSFO വിളിച്ച് ഇങ്ങനൊരു പിന്തുണ തരുന്ന അനുഭവം ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ ഞങ്ങളിതിനെ കണ്ടിട്ടുള്ളത് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രവർത്തനങ്ങൾ മാറ്റുരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദി. അത് UDSFിൻ്റെ യൂണിയൻ ആണെങ്കിലും ആ യൂണിയൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും അത് വിദ്യാർത്ഥികളുടെ യൂണിയനാണ് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ ഈ കലോത്സവത്തിൽ ഉൾപ്പെടെ കണ്ടത്. എന്നാൽ ഇതിനെ SFIക്കാരെ പൊതുവിദ്യാർത്ഥികളെ അവർക്ക് അനഭിമിതരായ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമീപനം ശരിയായിട്ടുള്ളതല്ല. ഇപ്പോൾ D-സോൺ കലോത്സവങ്ങളുടെ തന്നെ ചരിത്രം എടുത്താൽ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു D-സോൺ കലോത്സവ വേദിയിൽ വെച്ചാണ് KSU നടത്തിയ ഒരു D-സോൺ കലോത്സവ വേദിയിൽ വെച്ചിട്ടാണ് കുട്ടനല്ലൂർ കോളേജിലെ കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയായിരുന്ന സഖാവ് RK കൊച്ചനിയനെ തൃശ്ശൂർ നഗരത്തിൽ വെച്ച് ഇവർ കൊലപ്പെടുത്തി കളഞ്ഞത്. ഇതാണ് D-സോൺ കലോത്സവങ്ങളുടെ ചരിത്രം. അത് ആവർത്തിക്കുന്ന നിലയിലേക്ക് സഖാവ് RK കൊച്ചനിയനെ കൊലപ്പെടുത്തിയതുപോലെ വീണ്ടും വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയാകുന്ന നിലയിലേക്ക് KSUവിൻ്റെ കലോത്സവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ കലോത്സവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 3 സോണൽ കലോത്സവങ്ങൾ നടക്കാനുണ്ട്. C-സോണിൽ ഇവർ വലിയ സംഘർഷം ഉണ്ടാക്കി, D-സോണിൽ ഇവർ വലിയ സംഘർഷം ഉണ്ടാക്കി. ഇനി വരാനിരിക്കുന്ന സോണൽ കലോത്സവങ്ങളെയും ഈ വിധം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കൂട്ടർ തയ്യാറാകുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു നിലയ്ക്കും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇവരുടെ കലോത്സവം നഗരിയിൽ SFIക്കാർക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. SFIയുടെ യൂണിയൻ നയിക്കുന്ന ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെത്തിയാൽ ആക്രമിക്കും എന്നുള്ള സമീപനം ഇവർ തുടർന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങളും പോകുന്ന നിലയുണ്ടാകും. അപ്പോൾ അതിലേക്കൊന്നും നിൽക്കാതെ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും മാന്യമായി ഏറ്റവും ഗുണപ്രദമായി വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് സർവകലാശാല യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇക്കൂട്ടർ തയ്യാറാകണമെന്നും അതുപോലെ തന്നെ ഈ തെറ്റായിട്ടുള്ള നിലപാടും സമീപനവും പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ശരിയായ അർത്ഥത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.